ഹലോ, റിൻഷ ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഉൾപ്പെടുന്ന എനിക്കറിയില്ല കേട്ടോ. കാരണം ഒരു ദിവസത്തെ ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ എടുക്കും കേട്ടോ. കാരണം എൻ്റെയും കുട്ടികളെയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആവും. കാരണം ഓൾക്ക് ഫുഡ് കൊടുക്കണതും പിന്നെ ഞാൻ ഫുഡ് കഴിക്കണതും അങ്ങനെ ഞാൻ ചെയ്യണതും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആവും കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് ഇരുന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ടു, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുകൊണ്ടു, കമൻറ്റ് ചെയ്യുകൊണ്ടു. അപ്പോൾ ഇന്ന് നമ്മളിതാ എന്താ പറയുക, നമ്മളെ വീട്ടിലാവുമ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക റൊട്ടീനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നേരത്തെ എണീക്കും, ചിലപ്പോൾ വൈകി എണീക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം കടന്നുറങ്ങിയിട്ടു പിന്നെ ഉള്ളോട്ട് എണീക്കുക. അങ്ങനെ പിന്നെ എന്താ പറയുക, അല്ലാതെ പെട്ടെന്ന് അങ്ങനെ പണികൾ തീരൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പണികൾ നേരത്തെ കഴിയും, ചിലപ്പോൾ പണികൾ നേരത്തെ കഴിയൂല കേട്ടോ. കാരണം എന്താ പറയുക, ഒരു പ്ലാനില്ല. നമ്മളെ വീട്ടിലാകുമ്പോൾ ഒരു പ്ലാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നിയ പോലെ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഞാൻ ഫുഡ് ചിലപ്പോൾ എന്താ പറയുക, റയ്യാനും ഷെസാനും ഞാൻ ഫുഡ് കൊടുക്കും, എന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഷെസൂന് എന്താ പറയുക, ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളോട്ട് കൊടുക്കുക. ഓന് ചിലപ്പോൾ രാവിലെ തന്നെ അങ്ങനെ കൊടുത്താലും കഴിക്കൂല. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചാനും തുടക്കാനൊക്കെ നിൽക്കും കേട്ടോ. ക്ലീനിങ് ഡ്യൂട്ടി ഞാനാണ് ഏറ്റെടുക്കൽ. കാരണം എന്താ പറയുക, എനിക്ക് കുക്കിംഗ് അങ്ങനെ വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഒട്ടും അറിയില്ല എന്നല്ല, പക്ഷേ അത്യാവശ്യം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയും കേട്ടോ. പക്ഷെ എന്നാലും ഉമ്മ അടുക്കളയിലും നിൽക്കും, ഞാൻ ക്ലീനിങ് ഡ്യൂട്ടി ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ അടിക്കുക തുടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ അടിക്കലും തുടക്കലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 100 വട്ടം എന്താ പറയുക, കുട്ടികളെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ടു കേട്ടോ. കുട്ടികളില്ലോർക്ക് മനസ്സിലാവും എന്താ പറയുക, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ 10 വട്ടം പോലെ പിന്നാലെ മണ്ടി കളിക്കേണ്ടി വരും കേട്ടോ. കാരണം നമ്മൾ ഒന്ന് ഒതുക്കി വെച്ചിട്ട് റെഡിയാക്കുമ്പോഴത്തേന് മറുഭാഗത്ത് അതൊക്കെ നല്ല എന്താ പറയുക വൃത്തിയിൽ നല്ല അലമ്പാക്കിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ റയ്യാൻ കുറച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ മനസ്സിലാവൽ തുടങ്ങിക്കോളും. എന്നാലും എൻ്റെ വികൃതി പൊരിച്ചിലൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഷെസൂന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഒരു പ്രായം ആയിട്ടില്ല. ഓനും തന്നെ എന്താ പറയുക, ഞാൻ അവിടെ ഒന്ന് ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ മൂത്രയിച്ചിട്ടുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ മൂത്രയിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തുടക്കും. പിന്നെ എനിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് വിയർക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പണികൾ എടുക്കും, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും കേട്ടോ. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വാഷ് ബേസും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ. വീട് അലമ്പായി കിടക്കണ ഇഷ്ടം തന്നെയല്ല കേട്ടോ. സംഭവം നമുക്ക് അടുക്കള ജോലിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല വല്ലാണ്ട്. പക്ഷെ എൻ്റെ ഉമ്മാക്കും തന്നെ വീട് നല്ല നീറ്റായിട്ടിരിക്കണം. നമുക്ക് എത്ര വയ്യെങ്കിലും എന്താ പറയുക, നമ്മൾ വീട് വൃത്തിയാക്കി ഇടണം എൻ്റെ അമ്മ പറയും കേട്ടോ. എൻ്റെ അമ്മ എന്താ പറയുക, നമ്മൾ വയ്യാതെ കിടന്നാലും നമ്മൾ വീട് നല്ല വൃത്തിയാക്കിയിടണം. അപ്പോൾ അതെനിക്കും കിട്ടിക്കണം കേട്ടോ. എനിക്ക് വീട് ഇങ്ങനെ വൃത്തിയാക്കി അലമ്പായിട്ട് കിടക്കണം ഇഷ്ടമല്ല, നല്ലോണം വൃത്തിയായിട്ട് കിടക്കണം കേട്ടോ. പക്ഷേ ഏറെക്കുറെ അതൊന്നും പറ്റലില്ല കേട്ടോ. കാരണം കുട്ടികൾ ഇല്ല വീട്ടിൽ നമ്മൾ എത്ര നേരമൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ആകെ എന്താ പറയുക, നമ്മൾ നേരാക്കി വെച്ചതൊക്കെ ആകെ അലങ്കോലാക്കിയിടും. ഇപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഷെസാന് സോഫയുടെ ബാക്ക് പോയിട്ട് മൂത്രയിച്ചു കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ബാത്റൂമൊക്കെ കഴുകി പിന്നെയും ഞാൻ ബാക്കി തുടക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മൂത്രയിക്കും കേട്ടോ. ഇനി അഥവാ ബെഡിലൊക്കെയാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുമ്പാനും നല്ലോണം ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. വല്ല കടലയോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കഴിക്കണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഷെസൂനും റയ്യാനും ചോറ് കൊടുക്കാൻ കേട്ടോ. ഷെസൂന് നല്ല ഇങ്ങനെ അലിച്ചിങ്ങാണ്ട് കൊടുക്കാൻ കേട്ടോ. റയ്യാന് കഞ്ഞിയാണ് കേട്ടോ. റയ്യാനും ഷെസാനും ഞാൻ എപ്പോഴും ഇങ്ങനെ വാരി കൊടുക്കണം കണ്ടിട്ട് റയ്യാനും ഒറ്റയ്ക്ക് കഴിക്കൽ മാറ്റിക്കണം കേട്ടോ. ഓനിക്കും ഞാൻ ഭക്ഷണം വെച്ച് കൊടുത്താൽ ഇമ്മച്ചിക്ക് വാരിത്തായോ എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ പറയും, വലിയ കുട്ടിയായില്ലേ, ഈ ഒറ്റയ്ക്ക് കഴിക്കണം, സ്കൂളിലൊക്കെ പോയാൽ എന്താ കാട്ടുക പറയും. പക്ഷെ ഓനിക്ക് ഞാൻ വാരി കൊടുക്കണം കേട്ടോ. അങ്ങനെ രണ്ടാക്കും ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാൻ നിന്നിട്ടോ. ചിലപ്പോൾ തിരുമ്പാനൊന്നും ഉണ്ടാവില്ല.
ഉണ്ടാവില്ല, ചിലപ്പോൾ എന്നാൽ തോനെ തിരുമ്പാനുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുന്നക്കാവ് വരെ പോകണം. അപ്പോൾ നമ്മളൊന്ന് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഈ അലോവേറ ജെല്ലില്ലേ, ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താ പറയുക, അത് പകുതി മുക്കാൽ കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ നല്ലോണം ഇങ്ങനെ എന്താ പറയുക കയ്യിലിങ്ങനെ അമർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കെട്ടി അതങ്ങനെ അപ്ലൈ ചെയ്തിട്ടോ. പിന്നെ BB ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് മുഖത്തിട്ടാൽ എന്താ പറയുക പെട്ടെന്നൊന്നും വേർത്ത് പോകില്ല. കാരണം എൻ്റെ ഒരു ഓയിൽ ടൈപ്പ് ആവുകൊണ്ട് തന്നെ എന്താ പറയുക ഫേസ് നല്ലോണം വേർക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഏത് ടൈമിലും വേർത്ത് കൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഈ ചൂടും ഇതും പുകച്ചിലാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക ഭയങ്കര പുകച്ചിലാക്കാറ്. അതുകൊണ്ട് വേർത്ത് അങ്ങനെ കുളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് അതൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ നമ്മൾ ലിപ് ബാം ഇട്ടിട്ടോ. നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിപ് ബാം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ചുണ്ട് കുറച്ച് എന്താ പറയുക കുറച്ചൊരു ഈർപ്പുണ്ടാവും കേട്ടോ. അത് നമ്മളെ ചുണ്ടിന് നല്ലതാണ്. എന്താണെങ്കിലും ലിപ്സ്റ്റിക്ക് നമുക്ക് ചുണ്ടിന് കേടാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് കെട്ടി സെറ്റാക്കി കേട്ടോ. പിന്നെ നമ്മളിതാ ബ്ലഷ് ആയിട്ടും അത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. കാരണം എനിക്കിങ്ങനെ കവളെപ്പോഴും നല്ല ഇങ്ങനെ ചുവന്ന് തൊടുത്തുങ്ങാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലഷ് എപ്പോഴും യൂസ് ആക്കലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഐലൈനറും എഴുതിയിട്ടോ. പിന്നെ ഇതാ റയ്യാനും ഉണ്ട് കേട്ടോ. റയ്യാൻ നമ്മൾ മാറ്റി കൊടുത്തിട്ട് സെറ്റാക്കി കൊണ്ടിട്ട് പിന്നെ ഷെയ്സൂന് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഉറക്കി കൊണ്ടിട്ടും അങ്ങനെ കണ്ണൊക്കെ എഴുതി ഇതാ നമ്മളാകെ നല്ല സുന്ദരി കുട്ടിയായിട്ടും. കണ്ണ് ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ കണ്ണ് എഴുതിയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കും പാടി ഇട്ടാൽ നമ്മളാകെ സെറ്റാവും കേട്ടോ. ഇത് രണ്ടും ഇട്ടാൽ മതി. ഇനി ഒരു മേക്കപ്പും ചെയ്യാത്തുള്ളൂ. ഇത് രണ്ടും ഇട്ടാൽ തന്നെ നമ്മൾ നല്ലോണം ഫേസ് ഗ്ലോ ആവും കേട്ടോ. നല്ല കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അത് നമ്മൾ വണ്ടിയിലൊന്നല്ല കേട്ടോ പോണ്. റയ്യാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഉമ്മച്ചി ഓട്ടോറിക്ഷ അല്ലേന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് നടക്കാം. കുന്നക്കാവുക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറേയൊന്നും പോകണ്ട കേട്ടോ. പിന്നെ ഇതാ നമ്മളെ വീടിൻ്റെ അടുത്തില്ലാത്തൊരു സംഭവമാണ് കട കേട്ടോ. അപ്പോൾ കടയ്ക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുന്നക്കാവുക്ക് വരണം. അങ്ങനെ നമ്മൾ ഉദയേട്ടൻ്റെ കടയിൽ കയറിയിട്ട് നല്ല അവൽമിൽക്ക് കുടിച്ചിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഞങ്ങളെ എന്താ പറയുക സ്കൂളിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിരുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് നല്ലോണം ടയേർഡ് ആയിക്കോണു. ഉച്ചയുടെ ടൈമാണ്. ആകെ വിയർത്ത് കുളിച്ചോണു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.